ആധാര ചികിത്സയെ പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലാവോ? ശരീരാവസ്ഥയാം ധാതു മുഖ്യമായത് ചൊല്ലിടാം. ഒന്നാമത് അസ്ഥിയും, രണ്ട് ഉപാസ്ഥി മാംസപേശിയും, നാലാം സ്നായവധാതുക്കൾ, അഞ്ചു ശ്ലേഷ്മകവും തഥാ. ഇങ്ങനെ അസ്ഥി അഞ്ചുണ്ട്, ധാതുക്കൾക്ക് മുഖ്യമായി. സൂക്ഷിച്ചാൽ പലതായി കാണാം, ആകൃതി അതിനുള്ളതാം. നാളകാസ്ഥികൾ സാമാന്യം നീളമേറിയിട്ടിരുന്നിടും, കയ്യിലും കാലിലും കാണാം നീളമായുള്ളവ പൊള്ളയായി. അതിൻ്റെ ദ്വാരകയെ മജ്ജ നിറഞ്ഞുണ്ടായിരിപ്പതാം. അവയെ ചേർത്ത് കൂട്ടിയിട്ട് മാംസപേശികളെ സദാ സംഘടിപ്പിച്ചതിൻ്റീർക്ക ചലനം ചെയ്യുമെപ്പോഴും. കപാലാസ്ഥി പരന്നിട്ടും കപാല സിരയുന്തത. കൈപ്പഴം മുതൽ ഈ വണ്ണം കണ്ടുകൊള്ളുക വിഷഗ്വരൻ. അകം പൊക്കുള്ളോം ഇത് സംരക്ഷണങ്ങൾ ചെയ്യുകയും മാംസപേശി ഘടിപ്പിപ്പാൻ ഉള്ള സൗകര്യമേകിയും. മിശ്രാകൃതികൾ തണ്ടല്ലിൽ 33 അസ്ഥികൾ ഈ വർഗത്തിലകപ്പെട്ട് നിൽക്കുന്നിതറിഞ്ഞിട്ട് പിന്നീടുണ്ട് 205 പറഞ്ഞിടാം. തലയോട്ടിയിലും 8, മുഖത്ത് 14, ഇഹ കയ്യിലുണ്ട് 24, കാലിൽ 20 മാം. തണ്ടല്ലിൽ 33, പാർശ്വദ്വേ ചതുർവിംശതി. ഇത് സൂക്ഷിച്ചു നോക്കിയിട്ട് ചെയ്യണം കിഴിധാരകൾ. തേപ്പും പിഴിച്ചിലും നാടി നേരെയാക്കാനുമേവരും. ഗുരുപാതയെ നമിച്ചിട്ട് ചെയ്താൽ ആശുസുഖം വരും.